അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 2 പ്രഖ്യാപനങ്ങൾ നടത്തി. ഒന്ന്, സത്യവിശ്വാസികളായ ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്തയാണ്. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ജീവിക്കുന്ന ദുർമാർഗികൾക്ക് നരകമുണ്ട് എന്ന താക്കീതാണ്. ഏകദേശം ദുനിയാവിൽ നിയോഗിക്കപ്പെട്ട എല്ലാ നബിമാരും എല്ലാ റസൂലുകളും ഈ 2 കാര്യവും അതാത് കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരെ ബോധ്യപ്പെടുത്തിയ ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത് ചെയ്തു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ 2 പേരുകളും പറയപ്പെട്ടു, ബഷീറൻ വ നദീറൻ. അള്ളാഹുവിൻ്റെ റസൂല് ബഷീറാണ്, അഥവാ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളോട് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത നൽകുന്നവൻ. അതേസമയം നദീറുമാണ്, ദുർമാർഗികളോട് നിങ്ങൾക്ക് നരകമുണ്ട് എന്ന താക്കീത് ചെയ്യുന്നവൻ. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 പ്രയോഗങ്ങളും നടത്തി. അഥവാ സത്യവിശ്വാസികൾക്ക് പരിശുദ്ധ ഖുർആനിൽ സന്തോഷ വാർത്തയുണ്ട്, ضلالത്തിന്റെ വഴികേടിന്റെ ആളുകൾക്ക് വിശുദ്ധ ഖുർആനിൽ താക്കീതുമുണ്ട്. ലിയുൻദിറ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജൻ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ വയുബശ്ശിറൽ മുഅ്മിനീൻ. അതിനാണ് ഖുർആൻ നിയോഗിക്കപ്പെട്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതുകൊണ്ട് സന്തോഷ വാർത്ത സ്വീകരിക്കുന്ന സത്യവിശ്വാസിയായി ജീവിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, താക്കീത് ചെയ്യപ്പെട്ട ദ്വലാലത്തിൻ്റെ ആളുകളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആരെങ്കിലും കൊതിക്കുന്നുവെങ്കിൽ, അവരുടെ മുന്നിൽ ഖിയാമത്ത് നാൾ വരെ തുറക്കപ്പെട്ടിരിക്കുന്ന രാജപാതയാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിനെ പിറകോട്ട് മാറ്റിവെക്കുന്നവന് സ്വർഗത്തിൻ്റെ വഴി കണ്ടെത്താൻ സാധിക്കുകയില്ല. നരകത്തിന്റെ ദുർഘടമായ വഴികളെ തിരിച്ചറിയാനും സാധിക്കൂല. വിശുദ്ധ ഖുർആനിനെ മാറ്റിവെക്കുന്നവൻ, അല്ലെങ്കിൽ ഖുർആനുമായിട്ടൊരു ബന്ധമില്ലാത്തവൻ സ്വർഗത്തിന്റെ രാജപാതയിലായിരിക്കൂല, അവൻ പിശാച് കാണിക്കുന്ന വഴിയിലായിരിക്കും. തെളിവെന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളാണ്. ഒരുപക്ഷെ ഒരു കാലഘട്ടം സ്വഹാബത്തിനെ സംബന്ധിച്ച് നമ്മൾ വായിച്ചതും പഠിച്ചതും കേട്ടതും ഇരുണ്ട യുഗം എന്ന കാലഘട്ടത്തെ സംബന്ധിച്ചാണ്. എന്ന് പറഞ്ഞാൽ വഴികേടിന്റെ വക്താക്കളായി ദുനിയാവിൽ പറയപ്പെട്ട ദ്വലാലത്തിന്റെ അങ്ങേയറ്റത്തെത്തിയവർ. പക്ഷെ അവരെ സംബന്ധിച്ച് പിന്നീട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഹിദായത്തിന്റെ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളായിട്ടാണ്. അവരെക്കാളും നല്ലവരായിട്ട് ദുനിയാവിൽ പറയപ്പെടാനുള്ള വ്യക്തികൾ ഇല്ലാത്ത തരത്തിലാണ്. മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിന്റെ നാവിലൂടെ നിങ്ങളിൽ ഓരോരുത്തർക്കും സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത ചെവി കൊണ്ട് കേൾക്കുന്ന തരത്തിലുള്ള മാറപ്പെട്ട സഹാബാക്കളെ സംബന്ധിച്ച അവരുടെ ആ മാറ്റത്തിന്റെ നിദാനം കാരണം പരിശുദ്ധ ഖുർആനാണ്. കാരണം അല്ലാഹു പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലതിലേക്ക് വഴി കാണിക്കും. അതുകൊണ്ട് ഖുർആൻ അറിയണം. അതുകൊണ്ട് ഖുർആനിൽ നിന്ന് ഹദീസുകൾ വെച്ച്, സ്വഹാബത്തിന്റെ ഫഹ്മ് വെച്ച് കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കണം. മരിക്കുന്നതുവരെ അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ തയ്യാറാവണം. അവർക്ക് വിജയം സാധ്യമാകൂ, അല്ലാത്തവർ പരാജയപ്പെട്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജഅലൽ ഖുർആന അമാമഹു ഔ ഇമാമഹു. ആരെങ്കിലും പരിശുദ്ധ ഖുർആനിനെ അവന്റെ നേതാവാക്കിയാൽ, അല്ലെങ്കിൽ അവന്റെ മുന്നിലുള്ള വഴികാട്ടിയാക്കിയാൽ, ഖാദഹു ഇലൽ ജന്ന, ഖുർആൻ അവനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. വമൻ ജഅലഹു വറാഅ ദഹ്രി, ഇനി ആരെങ്കിലും പരിശുദ്ധ ഖുർആനിനെ മുതുകിന്റെ പിറകിലേക്ക് മാറ്റിവെച്ചാൽ, എന്ന് പറഞ്ഞാൽ ഖുർആൻ എടുത്തിട്ട് ബാക്കിൽ വെക്കലെന്നല്ല, അത് ഓതാൻ അറിയില്ല, അതിന്റെ മാന അറിയില്ല, തഫ്സീർ കേൾക്കാറില്ല,
പരിശുദ്ധ ഖുർആനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അത്തരത്തിലാണെങ്കിൽ സാഖഹു ഇലന്നാർ, ഖുർആൻ അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് അകന്നിട്ടുണ്ട് എന്നതാണ് പിശാചിനും മനുഷ്യരിൽപ്പെട്ട അവന്റെ കൂട്ടാളികൾക്കും ആളുകളെ വഴിതെറ്റിക്കാൻ കാരണമായ ഏറ്റവും വലിയ വസ്തുത. ഖുർആൻ മുറുകെ പിടിച്ചിരുന്നുവെങ്കിൽ, ഖുർആനിന്റെ വഴികൾക്കനുസരിച്ച് ജീവിതത്തെ തർത്തീബ് ചെയ്തിരുന്നുവെങ്കിൽ, ഖുർആൻ പറയുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ച് ജീവിതത്തെ തർത്തീബാക്കിയിരുന്നുവെങ്കിൽ, ഇബ്ലീസിനോ അവന്റെ വക്താക്കൾക്കോ ഉമ്മത്തിനെ പിടികൂടാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഖുർആനിലുണ്ട് രക്ഷപ്പെടാനുള്ള സർവ്വ വഴികളും. അതില്ലാതായി എന്നതാണ് നമ്മൾ ഇന്ന് വർത്തമാനകാലത്ത് മുസ്ലിം ഉമ്മത്തിൽ കാണുന്ന ആദർശപരമായ, അസ്ലായ, അടിസ്ഥാനപരമായ, അഖീദപരമായ കാര്യത്തിൽ വരെ മുസ്ലിം ഉമ്മ അതിഭയങ്കരമായ അപകടത്തിൽപ്പെട്ടതിന്റെ കാരണം അതൊന്നു മാത്രമാണ്. പിടിച്ചു വലിക്കാൻ എളുപ്പമാണ്, അവരെ പിറകിൽ ഇങ്ങോട്ട് വലിക്കാൻ, അല്ലെങ്കിൽ കാലുകളെ ഉറപ്പിച്ച് നിർത്താൻ, അല്ലെങ്കിൽ എന്നെ വിളിക്കുന്നത് ദലാലത്തിലാക്കാണ് എന്നുള്ള ബോധ്യമുണ്ടാവാൻ അവന്റെ കൈമേൽ ഒന്നുമില്ലാതായി പോയി. അതാണ് സംഭവം. സൂറത്തു ശുഅറായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടവസ്ഥകൾ വിശദീകരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം, ചെറിയ സമയം കൊണ്ട് പറയാൻ പറ്റിയ കാര്യമല്ല. സൂറത്തു ശുഅറാഇന്റെ 90-ാമത്തെ ആയത്ത് മുതൽ 104-ാമത്തെ ആയത്ത് വരെയുള്ള അത്രയും ആയത്തുകൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദർശപരമായ പ്രബോധനത്തിന്റെ കടുപ്പവും ധൈര്യവും ചങ്കൂറ്റവും അതിലെ വസ്തുതയും യാഥാർത്ഥ്യവും അതിന്റെ പരിശുദ്ധതയും വ്യക്തമാക്കിയതിന് ശേഷം അള്ളാഹു നമ്മൾ അറിയിക്കുന്ന വിഷയമാണ്. ഒരുപക്ഷെ വർത്തമാന കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ഇതൊരിക്കൽ കൂടി ഒന്ന് മുസ്ലിം ഉമ്മ ആവർത്തിച്ച് വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഉമ്മത്തിനെ വളരെ എളുപ്പത്തിൽ, വളരെ ഈസിയായി, പഠിപ്പുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഡിഗ്രികളുണ്ട്, തറവാടുണ്ട്, കുടുംബമുണ്ട്, പാരമ്പര്യമുണ്ട്, ഇതെല്ലാം ഉള്ളവരെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു മനുഷ്യന്റെ ഖബറിന്റെ തലഭാഗത്ത് ചെന്ന് ശിരസ് കുറിച്ച് പ്രാർത്ഥിക്കുന്ന തരത്തില് അതപ്പതിപ്പിച്ചുവെങ്കിൽ അതിന്റെ കാരണം അലമാരയിൽ പൂട്ടിവെച്ചിരിക്കുന്ന കിതാബുമായി ഈ ഉമ്മത്തിന് ബന്ധമില്ല എന്നുള്ളതാണ്. ഒരാൾ രാവിലെ മരിക്കുന്നു, ഉച്ചക്ക് അയാളുടെ ഖബറുണ്ടാകുന്നു, വൈകുന്നേരമായിരിക്കും അത് ജാറമായി രൂപാന്തരപ്പെടുന്നു, രാത്രിയായപ്പോഴേക്കും അവിടെ പ്രാർത്ഥനയും ഇബാദത്തുകളും കൊണ്ടാടുന്നു, പിശാച് അവിടെ പൊട്ടിച്ചിരിക്കുന്നു, മുസ്ലിം ഉമ്മത്ത് പരാജയപ്പെടുന്നു. കാരണം എന്താണ്? വിദ്യാഭ്യാസം ഇല്ലായിട്ടല്ല, കോളേജുകൾക്ക് കുറവില്ല, യൂണിവേഴ്സിറ്റികൾക്ക് കുറവില്ല, ഡിഗ്രികൾക്ക് കുറവില്ല, സർട്ടിഫിക്കറ്റുകൾക്ക് കുറവില്ല. ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ത് എന്നറിയാത്ത കോടികൾ ഉണ്ടായിട്ട് ഒരു ഉപകാരമില്ല. അള്ളാഹുവിനെ അറിയാത്ത മഖ്ലൂക്കിനെ കൊണ്ട് നേട്ടമില്ല. അള്ളാഹു പറഞ്ഞു സൂറത്ത് ശുഅറായിൽ, വഉസ്രിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, വഉസ്രിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, സ്വർഗം അടുപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആർക്ക്? തഖ്വയുള്ളവർക്ക്. ആരാ പ്രിയപ്പെട്ടവരെ തഖ്വയുള്ളവൻ? താടി നീട്ടിയവൻ, നിസ്കാരത്തേമ്പുള്ളവൻ, മര്യാദിന്റെ മോളെ വസ്ത്രമുടുക്കുന്നവൻ, ഇതെല്ലാം മക്കത്തെ ഖുറൈശിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് അബൂജഹലിനും ഉണ്ടായിട്ടുണ്ട്, ഇത് അബൂ താലിബിനും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതിന്റെ ചില അലാമത്തുകളാണ്. തഖ്വയുടെ അസ്ല് അത്തൗഹീദ്. തൗഹീദ് ഇല്ലാത്തവൻ മുത്തഖിയല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ തഖ്വയുള്ള ഹാജിയാർ അബൂജഹലായിരിക്കും. അബൂജഹൽ ഹാജിക്ക് ഏറ്റവും വലിയ മുത്തഖി. എന്തുകൊണ്ടറിയോ? അയാൾ വിളംബരം ചെയ്തു, കഅബാലയത്തിന്റെ പുനർനിർമ്മാണ സമയത്ത് നിങ്ങൾ വിചാരത്തിന്റെയോ കള്ളുകച്ചവടത്തിന്റെയോ പലിശ കച്ചവടത്തിന്റെയോ പൈസ കഅബാലയം എന്ന അള്ളാഹുവിന്റെ പള്ളി പണിയാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. അത് തഖ്വയുടെ അടിസ്ഥാനമാണ്. അയാൾ അള്ളാഹുവിനെ പേടിച്ചിട്ട് പറഞ്ഞതാണ്. കഅബാലയം പുനർനിർമ്മാണം ചെയ്യാൻ ഖുറൈശി കൂട്ടത്തിന് അതിന്റെ ഇഷ്ടികകൾ കൊത്തിപ്പൊളിക്കാനുള്ള പേടിയായിരുന്നു. വലീദ് ബിനുൽ മുഗീറ അന്ന് രാത്രി 1ാമത്തെ കല്ല് പൊളിച്ചു മാറ്റിയപ്പോൾ ആ രാത്രിയിൽ മക്കക്കാര് പിറ്റേന്ന് പ്രഭാതം വരെ വലീദിന്റെ വീട്ടിന്റെ മുറ്റത്ത് കാവലിരിക്കുകയായിരുന്നു. അള്ളാന്റെ പള്ളി പൊളിച്ച വലീദിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് കാണാൻ.
അത്ര പേടിയുള്ള മനുഷ്യന്മാരാണ്. അവർക്ക് അള്ളാഹുവിന് അത്ര ഭയമുണ്ട്. പക്ഷെ അടിസ്ഥാനമില്ലാതെയായി പോയി. അടിസ്ഥാനം ഏതാണ്? അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ. അതാണ് മുത്തഖി. ഇബാദത്ത് അവന് മാത്രം അർപ്പിക്കുക, അവനോട് ഒരു വസ്തുവിനെ, വ്യക്തിയെ, ശക്തിയെ പങ്കു ചേർക്കാതിരിക്കുക. ഓന്റെ പേരാണ് മുത്തഖി. ജാറത്ത് പോയിട്ട് ദുആ ചെയ്യുന്നവൻ, രാവിലെ മരിച്ച ഉച്ചയ്ക്ക് ജാരം പൊന്തിയ ജാറത്തിന്റെ മുന്നിൽ ചെന്ന് നോട്ട് കെട്ടിട്ട് ദുആ ചെയ്യുന്നവൻ, അതിന്റെ മുകളിൽ പതിച്ചിരിക്കുന്ന ആ പട്ടിന്റെ തുണിയെടുത്ത് നെറ്റിയിലും കണ്ണിലും വെക്കുന്ന തൗഹീദ് എന്തെന്ന് തിരിച്ചറിയാത്ത, ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടില്ലാത്ത അവൻ 5 നേരം നിസ്കരിച്ചാലും മുത്തഖിയല്ല. അവന്റെ സ്വത്തിനെ ഹറാമുകളിൽ നിന്ന് എത്ര സംരക്ഷിച്ചാലും മുത്തഖിയല്ല. അവൻ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് 11 റക്അത്ത് മരിക്കുന്നവരെ നിസ്കരിച്ചാലും മുത്തഖിയല്ല. മുത്തഖി ആരാണ്? തൗഹീദ് പൂർത്തിയാക്കിയവൻ, അഥവാ അള്ളാഹുവിനോടുള്ള ഹഖിനെ പൂർത്തിയാക്കിയവൻ. വഉസ്രിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ. അങ്ങനെയുള്ളവർക്ക് സ്വർഗം അടുപ്പിക്കപ്പെടും. വബുദ്ദിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ. അതേസമയം ദുർമാർഗികൾക്ക് നരകം തുറന്ന് കാണിക്കുകയും ചെയ്യും. രണ്ടിനെ വ്യത്യാസം മനസ്സിലാക്കണം. സ്വർഗം കാണാനുമുണ്ട് അർഹത, സ്വർഗത്ത് കയറാനല്ല, സ്വർഗം കാണാനുമുണ്ട് അർഹത, അഹ്ലിയത്ത്. നരകം അങ്ങനെയല്ല. വബുദ്ദിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ. ദുർമാർഗികൾക്ക് മഹ്ശറിൽ നരകത്തിന്റെ വാതിലുകൾ തുറന്ന് റബ്ബുൽ ഇസ്സത്ത് കാണിക്കും. അതിന്റെ ഭയാനകമായ അവസ്ഥകൾ കണ്ട് നരകിച്ച് പേടിച്ച് ഭയപ്പെട്ട് ഉരുകും. അത് അവർക്കുള്ള ശിക്ഷയാണ്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. വബുദ്ദിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ. അങ്ങനെ പേടിച്ച് നരകത്തിന്റെ തീജ്വാല കണ്ട്, കത്തിയാളുന്ന അഗ്നി കണ്ട് വിറച്ചിരിക്കുമ്പം ചോദിക്കപ്പെടും അവരോട്, വഖീല ലഹും ഐനമാ കുൻതും തഅബുദൂൻ. അവിടെയായിരിക്കും ഈ അസ്റിന്റെ ഗുണം മനസ്സിലാവുക. അവിടെയായിരിക്കും ഈ വച്ചിരിക്കുന്ന കിതാബിന്റെ ബലം മനസ്സിലാവുക. വഖീല ലഹും, അവരോട് ചോദിക്കപ്പെടും, ഐനമാ കുൻതും തഅബുദൂൻ. എവിടെ നിങ്ങൾ വിളിച്ചവർ, നിങ്ങൾ ഇബാദത്ത് ചെയ്തവർ, നിങ്ങൾ സഹായം തേടിയവർ, നിങ്ങൾ പൈസ ഇട്ട് കൊടുത്തവർ, നിങ്ങൾ വസീലയാക്കിയവർ, നിങ്ങൾ പങ്കാളികളാക്കിയവർ, മിൻ ദൂനില്ലാഹ്, അല്ലാഹുക്ക് പുറമെ, അല്ലാഹനെ മാറ്റിവെച്ചിട്ടല്ല. മിൻ ദൂനില്ലാന്റെ അർത്ഥം അല്ലാഹനെ മാറ്റിവെച്ചിട്ടെന്നല്ല. അക്കാലത്തൊരു ഖുറൈശിയും അല്ലാഹനെ മാറ്റിവെച്ചിട്ടില്ല. അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞില്ല, അല്ലാഹനെ നിഷേധിച്ചിട്ടില്ല. അല്ലാഹുവിന് പുറമെ ഖാലിഖായ, മാലിക്കായ, റാസിഖായ, മുദബ്ബിറായ അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിനോടൊപ്പം അവനിടയിൽ നിങ്ങൾ ഉണ്ടാക്കിയവരെവിടെ? ഐനമാ കുൻതും തഅബുദൂൻ മിൻ ദൂനില്ലാഹ്. അല്ലാഹുക്ക് പുറമെ ഹൽ യൻസുറൂനകും, എന്തേ അവരൊന്നും നിങ്ങളെ സഹായിക്കാൻ വരുന്നില്ലേ? അവിടെ വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും. ഇതറിയാത്തത് കൊണ്ടാണ്, ഇത് കേൾക്കാത്തത് കൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിനെ വളരെ പെട്ടെന്ന് ഖബറിന്റെ മുമ്പ് കൊണ്ടുപോയി തിരുത്താൻ ഇവർക്ക് സാധിക്കുന്നത്. അല്ലാണ്ട് ഇതിൽ യാഥാർത്ഥ്യം ഉണ്ടായിട്ടല്ല, ഉണ്ടാവേണ്ടത് ഇല്ലാതായി പോയതിൻ്റെ അപകടമാണ്. അവിടെ അതിലേക്കൊരു മടക്കം, അതിലേക്കൊരു വിളി, അതിലേക്ക് തിരിച്ചു വരാൻ താണ് കേറി അപേക്ഷിച്ച് യാചിച്ച് മുസ്ലിം ഉമ്മത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ വർത്തമാനകാലം മുവഹിദുകളോട് ആവശ്യപ്പെടുന്നു, സലഫികളോട്. പരിശുദ്ധ ഖുർആനിലേക്ക് ഹൽ യൻസുറൂനകും, അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? ഔ യൻതസിറൂൻ, അല്ലെങ്കിൽ അവർക്ക് സ്വയം എന്തെങ്കിലും സഹായം കിട്ടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അള്ളാഹിൻ്റെ ചോദ്യമാണ്. നിങ്ങൾ വിചാരിച്ച അവർ സഹായിക്കുന്നതാണ്. നിങ്ങൾ പോയി അവന് സഹായം കിട്ടാൻ വേണ്ടിയാണ് പോയിരുന്നത്. നിങ്ങൾ ഈ ലക്ഷങ്ങൾ ചെലവാക്കിയത്, നിങ്ങൾ ആദർശത്തെ പണയം വെച്ചത്, പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും പരിഹസിച്ചത്, കളിയാക്കിയത്, അത് പറയുന്നവന് നേരെ കൊഞ്ഞനം കുത്തിയത് ഇവരൊക്കെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഹൽ യൻസുറൂനകും ഔ യൻതസിറൂൻ, എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതല്ല, അവർക്ക് തന്നെ സ്വന്തം എന്തെങ്കിലും സഹായമുണ്ടോ? അള്ളാഹു പറയാൻ, അങ്ങനെ ഒന്നും വിചാരിക്കണ്ടോ. ഫകുബ്കിബു ഫീഹാ ഹും വൽ ഗാവൂൻ, അവരും അഥവാ ഈ ദുർമാർഗികളും അവർ അള്ളാഹ്ക്ക് പുറമെ ആരെയൊക്കെയാണോ കണ്ടത് അവരും നരകത്തിലേക്ക് മുഖം കുത്തിയവരായിട്ടെറിയപ്പെടും.
വജുനൂദു ഇബ്ലീസ അജ്മഊൻ, പിശാചിന്റെ പട്ടാളക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളും അറിയപ്പെടും. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ആരെന്നറിയോ ഇബ്ലീസിന്റെ ജുനൂദ്? ആരെന്നറിയോ പിശാചിന്റെ പട്ടാളം? ശിർക്ക് ചെയ്യുകയും എന്നിട്ട് ആ ശിർക്കിലേക്ക് വിളിക്കുകയും ചെയ്യുന്നവർ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന ആയത്തോതി മരിച്ച മയ്യത്തിനോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നവർ, മരിക്കുന്ന സമയത്ത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനത്തിന് പകരം മരിച്ചുപോയ മനുഷ്യന്റെ പേര് പറയാൻ ഉമ്മത്തിനോട് ആവശ്യപ്പെടുന്നവർ, കള്ളക്കഥകൾ പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹുവിൽ നിന്ന് വലിച്ചു മാറ്റി മയ്യത്തുകളിലേക്ക് അടുപ്പിക്കുന്നവർ ജുനൂദു ഇബ്ലീസ്, അള്ളാഹു വെച്ച പേര്. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് ആ വാക്കിന് പറഞ്ഞ തഫ്സീർ അങ്ങനെയാണ്: ശിർക്കിലേക്കും വിഗ്രഹാരാധനയിലേക്കും അന്താദുകളിലേക്കും. എന്താ അന്താദെന്ന് പറഞ്ഞാൽ? എന്താ അന്താദെന്ന് പറഞ്ഞാൽ സഹായികൾ, അള്ളാഹ്ക്ക് പുറമെയുള്ള നമ്മുടെ സഹായികൾ, അതിലേക്ക് വിളിക്കുന്നവരും ഇബ്ലീസിന്റെ പട്ടാളക്കാരാണ്. അവരും നാളെ നരകത്തിലേക്ക് മുഖം കുത്തിയവരായിട്ടെറിയപ്പെടും. കോലം കണ്ട് പറ്റിക്കപ്പെട്ടു പോകണ്ടെന്നർത്ഥം. വേഷം കണ്ട് വഞ്ചിതരാവണ്ട, മറ്റെന്തെങ്കിലും പ്രവർത്തികൾ കണ്ട് ആശയക്കുഴപ്പത്തിലാവണ്ട. അവർ ഇബ്ലീസിന്റെ പട്ടാളക്കാരാണ്, നരകത്തിലേക്കുള്ളവരാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാലു വഹും ഫീഹാ യഖ്തസിമൂൻ, നരകത്തിലെത്തിക്കഴിയുമ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങും. എന്താ തർക്കം എന്നറിയോ? ശിർക്കിലേക്ക് വിളിച്ച ആളുണ്ട്, ദാരം കെട്ടിയ ആളുണ്ട്, ദാരത്തിലേക്ക് വിളിച്ച ആളുണ്ട്, ബർഗന്റെ കമ്മിറ്റിയുണ്ട്, അതിനുള്ളിൽ കിടക്കുന്ന ആളുണ്ട്. ഇങ്ങനെ ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ശിർക്ക് ചെയ്തവരുണ്ട്, ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തിയ മയ്യത്തുകളുണ്ട്, സർവരും. ആരൊക്കെ പെട്ടെന്നറിയോ? മലായിക്കത്തുണ്ട്, ജിന്നുകളുണ്ട്, നബിമാരുണ്ട്, ഔലിയാക്കളുണ്ട്, സാലിഹ്യങ്ങളുണ്ട്, തങ്ങന്മാരുണ്ട്, ബാവമാരുണ്ട്, ബീവിമാരുണ്ട്, അള്ളാഹ്ക്ക് പുറമെ ദുനിയാവിൽ സഹായം ചോദിക്കപ്പെട്ട സർവരുണ്ട്. അവർ തർക്കിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ തർക്കം എന്നറിയോ? തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, തല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, നമ്മൾ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു. ആളുകൾ പ്രസംഗിച്ചതും പറഞ്ഞതും നിങ്ങൾ അള്ളാഹിൻ്റെ ആൾക്കാരാണ് എന്നാണ്, നിങ്ങൾ സ്വർഗത്തിൻ്റെ ആളുകളാണ്, നിങ്ങൾ നോക്കാൻ തങ്ങളുണ്ട് എന്നാണ്, നിങ്ങൾ നോക്കാൻ ബാബയും ബീവിയും ഉണ്ട് എന്നാണ്, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി എന്നാണ്. ലഫീ ളലാലിൻ മുബീൻ, അതല്ലല്ലോ ഇവിടെ കാണുന്നത്. നമ്മൾ വ്യക്തമായ വഴികേടിലാണ്. ബിറബ്ബിൽ ആലമീൻ. എന്താ അതിന്റെ കാരണം? റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് നമ്മൾ നിങ്ങളെ സമന്മാരാക്കി. അത് ഇന്നലെ മരിച്ച ആളായാലും ഒരു കൊല്ലം മുമ്പ് മരിച്ച ആളായാലും ഇനി മരിക്കാനിരിക്കുന്ന ആളായാലും, ഇത് നുസവ്വീക്കും, നമ്മൾ നിങ്ങളെന്താക്കി? റബ്ബുൽ ആലമീനോട് സമമാക്കി. അതുകൊണ്ടാണ് ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയവർ പ്രസംഗിക്കുന്നത്, 7 ആകാശങ്ങളും ഭൂമിയും അടങ്ങുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ നിയന്ത്രണം, അതിന്റെ തദ്ബീർ ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ കയ്യിലാണെന്ന്. ഇതിനു സവ്വീക്കും ബിറബ്ബിൽ ആലമീൻ. ഓൻ ചെയ്തെന്താ അറിയോ? റബ്ബുൽ ആലമീനോട് അവന്റെ ഒരു മഖ്ലൂക്കിനെ സമപ്പെടുത്തി. അതുകൊണ്ട് ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, നമ്മൾ വഴികേടിലാണ്, നമ്മൾ സത്യത്തിന്റെ വഴിയിലല്ല എന്ന് മാത്രമല്ല, വമാ അദല്ലനാ ഇല്ലൽ മുജ്രിമൂൻ, ഈ തോന്നിവാസികളാണ് നമ്മളെ വഴികേടിലാക്കിയത്. ഇവിടെ തങ്ങളെന്നാ വിളിക്കുക, ഇവിടെ കൈപിടിച്ചു മുത്തും, ഇവിടെ കാലുമുത്തും, ഇവിടെ തങ്ങൾ ഉറിഞ്ചിക്കൊടുക്കുന്ന ഈത്തപ്പഴം ബാഗിലിട്ടൊരു കൊല്ലക്കാലം നടക്കും ബർക്കത്തിന്. തങ്ങൾ തുപ്പിയ വെള്ളം ബാഗിൽ വെച്ച് നടക്കും. തങ്ങളെ ഉമനീര് ബർക്കത്തിന് വേണ്ടി മക്കളെ മുഖത്തും ദേഹത്തും തേച്ചു കൊടുക്കും. അവിടെ വിളിക്കുന്ന പേര് വേറെയാണ്, ഇല്ലൽ മുജ്രിമൂൻ, ഈ തോന്നിവാസികൾ. നിങ്ങൾ നോക്കോ, മുസ്ലിമിന്റെ അർത്ഥം എന്താ തഫ്സീറിന്റെ കിതാബിൽ? മുസ്ലിമിന്റെ പരിഭാഷ നിങ്ങൾ നോക്കിക്കോളി. കർണാടകയിലോ കന്നഡയിലോ ഇംഗ്ലീഷിലോ ആരാ മുസ്ലിം? തോന്നിവാസി. ഈ കുറ്റവാളികൾ, നമ്മളെ അല്ലാഹുവിൽ നിന്ന് പിറകോട്ട് വലിച്ചവർ, പരിശുദ്ധ ഖുർആനിന്റെ
പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചവർ. വമാ അദല്ലനാ ഇല്ലൽ മുജ്രിമൂൻ. ഈ തോന്നിവാസികളാണ് നമ്മളെ വഴികേടിലാക്കിയത്. ഫമാ ലനാ മിൻ ഷാഫിഈൻ. സുബ്ഹാന റബ്ബിയൽ അഅല. അല്ലാഹു എത്ര കൃത്യമായി പറഞ്ഞു തന്നു. അവിടെ വെച്ച് പറയും ഫമാ ലനാ മിൻ ഷാഫിഈൻ. നമുക്ക് വേണ്ടി സംസാരിക്കും, നമുക്ക് വേണ്ടി ശഫാത്ത് പറയും, നമ്മളൊക്കെ കാത്തോളും, നമുക്ക് വേണ്ടി അല്ലാഹുവോട് പറഞ്ഞോളും എന്നൊക്കെയാണല്ലോ വിചാരിച്ചത്. ഫമാ ലനാ മിൻ ഷാഫിഈൻ. ഇവിടെ ഒരു ശുപാർശകരെയും കാണുന്നില്ലല്ലോ. ഇവിടെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. വലാ സദീഖിൻ ഹമീം. ഒറ്റ ചങ്ങാതിമാരായി ആരുമില്ല. എല്ലാവരും അവൻ്റെ വഴിക്ക് പോയി. വിളിച്ചവനും പോയി, വിളിക്കപ്പെട്ടവനും പോയി. അള്ളാഹു പറഞ്ഞു ദഅഫ ത്വാലിബു വൽ മത്ലൂബ്. വിളിച്ചവനും വിളിക്കപ്പെട്ടവനും ഒരേപോലെ. എല്ലാവരും വഴികേടിൽ, എല്ലാവരും ദലാലത്തിൽ. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവിടെ വെച്ച് ആളുകൾ പറയും ഫലൗ അന്ന ലനാ കറതൻ, ഫലൗ അന്ന ലനാ കറതൻ. ഒരിക്കൽ കൂടി ദുനിയാവിലേക്കൊരു തിരിച്ചുപോക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, അവിടത്തിന് ശേഷം ഒന്നും കൂടി മംഗലാപുരത്തേക്ക് വരാൻ പറ്റിയിരുന്നുവെങ്കിൽ, ഫനകൂന മിനൽ മുഅ്മിനീൻ. ഇതെല്ലാം ഒഴിവാക്കി നല്ല സത്യവിശ്വാസിയായി, സന്തോഷവാർത്ത നൽകപ്പെട്ട വിശ്വാസികളായി, ഖുർആനിൻ്റെ വക്താക്കളായി, പ്രവാചകൻ കാണിച്ച വഴിയിലൂടെ തൗഹീദിൻ്റെ രാജപാതയിലൂടെ സഞ്ചരിക്കുന്നവരായി മുഅ്മിനുകളുടെ കൂട്ടത്തിൽ പെടാമായിരുന്നു എന്നവിടെ വെച്ചവർ പറയും. പക്ഷെ തിരിച്ചു വരവുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരും പ്രതീക്ഷിക്കണ്ട, ആരും നോക്കി നിൽക്കണ്ട. ആരും ഉണ്ടാവില്ല, ചോദിക്കാനുമില്ല, പറയാനുമില്ല, നോക്കാനുമില്ല, ഒന്നിനുമില്ല. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ആരും മറ്റൊരുത്തൻ്റെ ഭാരം പേറൂല. അപ്പന. അതുകൊണ്ട് സ്വന്തത്തെപ്പറ്റി ചിന്തിച്ചോളിൻ. ഹിദായത്തിൻ്റെ വഴിയിലാണെങ്കിൽ അള്ളാഹുവിനെ സ്തുതിച്ചോളിൻ. അതല്ല, വഴി തെറ്റിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടോ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോളിൻ. തിരിച്ചെടുക്കാൻ അള്ളാഹു തയ്യാറാണ്. അള്ളാഹു കാലത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അതിലൊന്ന് നമ്മൾ മുഹറം മാസത്തിലാണ്. പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലും പവിത്രമാണ് എന്ന് പറയപ്പെട്ട മാസം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് കൊണ്ട് ആ മാസത്തിന് പ്രത്യേകതയുണ്ട്. അതാണ് ഈമാൻ, അതാണ് ഇത്തിബാ. മുഹറത്തെ എന്തുകൊണ്ട് നമ്മൾ ആദരിക്കുന്നു? മുഹറം മാസം എന്തുകൊണ്ട് നമ്മൾ അമലുകൾ വർദ്ധിപ്പിക്കുന്നു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെക്കൊണ്ട്. പറഞ്ഞിട്ടില്ലേ? നമുക്കൊരു പ്രത്യേകതയില്ല. അതുകൊണ്ട് ഏതു മാസത്തിന് പ്രത്യേകതകൾ ഇസ്ലാം പറഞ്ഞുവോ അതിന് പ്രത്യേകതയുണ്ട്, ഏതു മാസത്തിന് പറഞ്ഞില്ലയോ അതിന് പ്രത്യേകതയുമില്ല. എങ്കിൽ അങ്ങനെ പവിത്രമാണെന്ന് പറയപ്പെട്ട മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാൻ പറഞ്ഞുവോ അത് ചെയ്യണം. അതാണ് ദീൻ, അതാണ് ഇസ്ലാമിൻ്റെ അടിയുറപ്പ്. ഇസ്ലാം തോന്നിയ പോലെയല്ല, കണ്ടോനും കേട്ടോനും എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു ദീനല്ല ഇസ്ലാം. അവിടെ ഒരു വാക്കുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ എന്ത് ചെയ്തോ, എന്തു പറഞ്ഞെന്നോ, എന്താഗ്രഹിച്ചോ അത് ചെയ്യാം. മുഹറം മാസത്തിൽ ചെയ്യാവുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോമ്പ് വർദ്ധിപ്പിക്കലാണ്. പ്രത്യേകിച്ചും മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പ്. അവിടെ ഒരു വിഷയം അറിയാനുണ്ട്. അതായത് മുഹറം നോമ്പിൻ്റെ കൂലി നമുക്കറിയാം. അതെപ്പോഴാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തെന്ന് പറയാം, മുഹറം 10-ൻ്റെ അന്ന് മദീനത്ത് വന്നപ്പോൾ. പക്ഷെ അവിടെ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹറം 10-ൻ്റെ അന്ന് അവിടെയുള്ള യഹൂദികളും നോമ്പെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മളും അവരും ഒരുപോലെ ആവൂലേ? മുഹറം 10-ൻ്റെ നോമ്പിന് നമ്മളെടുക്കുന്നു, അവരെടുക്കുന്നു, അപ്പോൾ നമ്മൾ ഒരുപോലെ ആവൂലേ? അവരോട് വ്യത്യസ്തരാവണമെന്നല്ലേ അങ്ങയുടെ കൽപ്പന?
ഖാലിഫുൽ യഹൂദ വന്നസാറ റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്. ഇവിടെ നമ്മൾ ആ ഹദീസിനെ കേട്ടു, കേൾക്കാത്ത പോലെ വിട്ടു. സഹാബാക്കൾ അത് കേട്ടു, ഇബാദത്തിന്റെ കാര്യത്തിൽ വരെ അവരത് ശ്രദ്ധിച്ചു. ഞാൻ പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് അറിയില്ല. നമ്മൾ ആ ഹദീസ് കേട്ടു, നമ്മളങ്ങ് വിട്ടു. വേഷത്തിൽ, കോലത്തിൽ, വർത്തമാനത്തിൽ, കച്ചവടത്തിൽ, സ്വഭാവത്തിൽ, വീട്ടിൽ, അടുക്കളയിൽ, മക്കളിൽ, ഭാര്യമാരിൽ, വേഷത്തിൽ, എല്ലാത്തിലും ഇല്ലാ മൻഷാ അള്ളാഹു പ്രത്യേകം തൗഫീക്ക് കൊടുത്തവർ ഒഴികെ നമ്മളെല്ലാം അള്ളാഹു സൂക്ഷ്മതയുള്ള കൂട്ടത്തിൽ പെടുത്തട്ടെ. പക്ഷെ സഹാബാക്കൾ കേട്ടു, നോമ്പ് പോലത്തെ ഇബാദത്തിന്റെ കാര്യത്തിൽ വരെ അവരത് ശ്രദ്ധിച്ചു. അപ്പോഴാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ ലഅസൂമന്നത്താസിഅ, 9-ന്റെ അന്നും ഞാൻ നോമ്പെടുക്കും. ഇമാം നവവി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, 9-ന്റെ അന്ന് നോമ്പെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുഖാലഫത്തുൽ യഹൂദ്, ജൂതന്മാർക്ക് എതിരാവലാണ്. അത്ര കണിശമാണ് ദീനുൽ ഇസ്ലാം യഹൂദികളെയും അവരുടെ സംസ്കാരത്തിൻ്റെയും വിഷയത്തിൽ. നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. നമ്മുടെ കല്യാണം ഇപ്പോഴും മുസ്ലിമിൻ്റെ കല്യാണമാവാൻ തുടങ്ങിയില്ല, ഇപ്പോഴും യഹൂദി കല്യാണത്തിലുണ്ടത്രേ. നമ്മളിൽ പലരുടെയും വീട്ടിൻ്റെ അടുക്കള ഇപ്പോഴും യഹൂദിൻ്റെ അടുക്കള പോലെ ഉണ്ടത്രേ, മാറാൻ തയ്യാറായിട്ടില്ല. വിഷമിപ്പിക്കാനും ദേഷ്യം പിടിപ്പിക്കാനും പറഞ്ഞല്ല, ചിന്തിക്കാൻ പറഞ്ഞതാണ്. ഇത് ഖുതുബയാണ്. വെള്ളിയാഴ്ച പള്ളിയിൽ മിമ്പറിൻ്റെ മുകളിൽ ഇമാമ് കയറി നിൽക്കുന്നത് നിങ്ങളെ സുഖിപ്പിക്കാനല്ല, നിങ്ങൾക്ക് ദീൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. പറയുന്ന ഇമാമും കേൾക്കുന്ന മൊമോമകളും ദീനറിഞ്ഞ് ജീവിതത്തെ മാറ്റാൻ. എന്തിന്? ആഖിറത്തിൽ 2 കൂട്ടക്കാർക്കും ഒരുപോലെ രക്ഷപ്പെടാൻ. മുഖാലഫത്തുൽ യഹൂദ്. അതുകൊണ്ട് സാധാരണ ഇപ്പോൾ ഫലസ്തീൻ്റെ വിഷയം വന്നപ്പം നമ്മൾ യഹൂദികൾക്കെതിരായി KFC തിന്നാൻ പാടില്ല, മറ്റേ ഐസ്ക്രീം കുടിക്കാൻ പാടില്ല, പെപ്സി കുടിക്കാൻ പാടില്ല. ആയിക്കോട്ടെ, എതിർപ്പില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് എന്താ വേണ്ടെന്നറിയോ? എൻ്റെ വീട്ടിൻ്റെ ഉള്ളുന്നവൻ്റെ സംസ്കാരം വലിച്ചെറിയാൻ സാധിക്കണമായിരുന്നു. എൻ്റെയും എൻ്റെ ഭാര്യാമക്കളുടെയും ജീവിതത്തിൽ നിന്ന് അവൻ്റെ നാറിയ സംസ്കാരവും അവൻ്റെ നാറിയ ചിന്താഗതികളും വലിച്ചെറിയാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അവനാണ് മുഖാലിഫുൽ യഹൂദ്. കാരണം അല്ലാഹു പറഞ്ഞു, ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനൂ അൽ യഹൂദ വല്ലദീന അശ്റകൂ. നബിയെ, സത്യവിശ്വാസികളോട് ഏറ്റവും കടുത്ത ദേഷ്യമുള്ളവർ യഹൂദികളാണ്. പിന്നെ മുശ്രിക്കീങ്ങൾ, നമ്മൾ കാണുന്നുണ്ടല്ലോ, പിന്നെ മുശ്രിക്കീങ്ങളാണ്. അവർക്ക് മുഖാലഫത്താവാൻ. അതുകൊണ്ട് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, മുഹറം മാസത്തിൻ്റെ സന്ദേശമാണ്. യഹൂദികൾക്കെതിരാവിൻ. ആരെപ്പോലെയാവിൻ? മുഹമ്മദുർ റസൂലുള്ളാഹിയെപ്പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബാക്കളെ പോലെ, സഹാബാക്കളുടെ മക്കളെ പോലെ, സഹാബാക്കളുടെ പെണ്ണുങ്ങളെ പോലെ. എന്തുകൊണ്ടറിയോ? വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന. അവരെല്ലാം സ്വർഗം കൊണ്ട് വഅദ ചെയ്യപ്പെട്ടവരാണ്. അവരെ സ്വഭാവം, അവരെ ആദർശം, അവരെ കർമ്മങ്ങൾ, അവരെ വേഷം, അവരെ വീട്, അവരെ അടുക്കള, അവരെ ഭാര്യ, അവരുടെ മക്കൾ, സന്തോഷം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, പല ആൾക്കാരും രോഗികളാണ്. നമ്മുടെ നാട്ടിലെ KNM-ന്റെ പ്രധാനപ്പെട്ട പണ്ഡിതൻ MM മദനി ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ടാണ് ഉള്ളത്. എല്ലാവരും ദുആ ചെയ്യും, അള്ളാഹു അവർക്കും നമുക്കും നല്ല സിഹത്തും ആഫിയത്തും നസീബാക്കി തരട്ടെ. മാരകമായ രോഗങ്ങൾ, ഇവിടുത്തെ ഒരു സഹോദരൻ്റെ മകളും അതേപോലെ രോഗബാധിതയാണ്. അവരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരെയും നമ്മളെയും മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കട്ടെ. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തകർന്നു പോകുന്ന, പ്രയാസപ്പെടുന്ന, നൊമ്പരപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ബലാകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم.